PSC എക്സാംസിനും NMMS എക്സാംസിനും പ്രിപ്പയർ ചെയ്യുന്നവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ത്യൻ നവോത്ഥാന പ്രസ്ഥാനങ്ങളും സ്ഥാപകരും. 1828 ഓഗസ്റ്റ് 20-ൽ രാജാറാം മോഹൻ റോയിയാണ് ബ്രഹ്മസമാജം സ്ഥാപിച്ചത്. തുടക്കത്തിൽ ബ്രഹ്മസഭ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. 2 വർഷത്തിന് ശേഷം 1830-ൽ ബ്രഹ്മസമാജം എന്ന് പുനർനാമകരണം ചെയ്തു. കേരളത്തിൽ ബ്രഹ്മസമാജത്തിൻ്റെ പ്രചാരണത്തിന് നേതൃത്വം നൽകിയത് അയ്യത്താർ ഗോപാലൻ ആയിരുന്നു. തത്വബോധിനി സഭ 1839 ഒക്ടോബർ 6-ാം തീയതി ദേവേന്ദ്രനാഥ ടാഗോറാണ് തത്വബോധിനി സഭ സ്ഥാപിച്ചത്. ഇത് സ്ഥാപിക്കുന്ന സമയത്ത് തത്വവർജിനി സഭ എന്നായിരുന്നു ഇതിൻ്റെ പേര്. 20 വർഷങ്ങൾക്ക് ശേഷം 1859-ൽ തത്വബോധിനി സഭ ബ്രഹ്മസമാജത്തിൽ ലയിച്ചു. വേദസമാജം 1864-ൽ ശ്രീധരലു നായിഡുവും കേശവചന്ദ്ര സെന്നും ചേർന്നാണ് വേദസമാജത്തിൻ്റെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയത്. പ്രാർത്ഥനാ സമാജം 1867-ൽ ആത്മാറാം പാണ്ഡുരംഗാണ് പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ചത്. പ്രാർത്ഥനാ സമാജം അറിയപ്പെട്ടിരുന്ന മറ്റൊരു പേരാണ് പ്രയർ സൊസൈറ്റി. പൂന സാർവജനിക് സഭ 1870 ഏപ്രിൽ 2-ാം തീയതി മഹാദേവ ഗോവിന്ദ റാനഡെയാണ് പൂന സാർവജനിക് സഭ സ്ഥാപിച്ചത്. പൂന സാർവജനിക് സഭയിൽ അംഗമായിരുന്ന ദേശീയ നേതാവാണ് ബാലഗംഗാധര തിലകൻ. ദേവസമാജ് 1887 ദേവസമാജ് സ്ഥാപിച്ചത് പണ്ഡിറ്റ് ശിവനാരായൺ അഗ്നിഹോത്രിയാണ്. ദേവസമാജത്തിൻ്റെ ഉപദേശങ്ങൾ അറിയപ്പെടുന്നത് ദേവധർമ്മ എന്ന പേരിലാണ്. സത്യശോധക് സമാജ് 1873 പൂനെയിലാണ് സത്യശോധക് സമാജ് സ്ഥാപിതമായത്. ഇതിൻ്റെ സ്ഥാപകൻ ജ്യോതിറാവു ഫുലെ ആയിരുന്നു. ജ്യോതിറാവു ഫുലെയുടെ പ്രസിദ്ധമായ ഒരു പുസ്തകമാണ് ഗുലാംഗിരി. സത്യശോധക് സമാജത്തിൻ്റെ കാഴ്ചപ്പാടുകൾ പ്രസിദ്ധീകരിച്ച പത്രം ദീനബന്ധു. അലിഗഡ് സൊസൈറ്റി 1875-ൽ സർ സയ്യദ അഹമ്മദ് ഖാനാണ് അലിഗഡ് പ്രസ്ഥാനം ആരംഭിച്ചത്. തിയോസഫിക്കൽ സൊസൈറ്റി 1875 തിയോസഫിക്കൽ സൊസൈറ്റി രൂപം കൊണ്ടത് ന്യൂയോർക്കിലായിരുന്നു. ഇതിൻ്റെ സ്ഥാപകർ 2 പേരാണ്, ബ്ലാവഡ്സ്കിയും ഹെൻറി ഓൾക്കോൾട്ടും. തിയോസഫിക്കൽ സൊസൈറ്റിയുടെ ഇന്ത്യയിലെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന അടയാറിൽ സ്ഥാപിതമായ തിയോസഫിക്കൽ സൊസൈറ്റിയുടെ പ്രധാന നേതാവായിരുന്നു ആനി ബസന്റ്. തിയോസഫിക്കൽ സൊസൈറ്റി മലബാറിൽ സ്ഥാപിച്ച വ്യക്തിയാണ് മഞ്ചേരി രാമയ്യർ. ആര്യസമാജം 1875-ൽ സ്വാമി ദയാനന്ദ സരസ്വതിയാണ് ആര്യസമാജം സ്ഥാപിച്ചത്. ഹൈന്ദവ നവീകരണത്തിലൂടെ ലോകത്തെ മഹത്തരമാക്കുക എന്നതാണ് ആര്യസമാജത്തിൻ്റെ ആപ്തവാക്യം. സ്വാമി ദയാനന്ദ സരസ്വതിയുടെ പ്രസിദ്ധമായ കൃതിയാണ് സത്യാർത്ഥ പ്രകാശം. അഹിന്ദുക്കളെ ഹിന്ദുമതത്തിലേക്ക് പരിവർത്തനം ചെയ്യിക്കുന്നതിനു വേണ്ടി ദയാനന്ദ സരസ്വതി സ്ഥാപിച്ച സംഘടനയാണ് ശുദ്ധിപ്രസ്ഥാനം. ആര്യസമാജവുമായി ബന്ധപ്പെട്ട ഒരു വാക്യമാണ് 10 തത്വങ്ങൾ. മദ്രാസ് മഹാജനസഭ 1884 മദ്രാസ് പ്രവിശ്യയുമായി ബന്ധപ്പെട്ട ദേശീയ സംഘടനയാണ് മദ്രാസ് മഹാജനസഭ. മദ്രാസ് മഹാജനസഭ സ്ഥാപിച്ചത് M വീരരാഘവാചാര്യൻ ആയിരുന്നു. രാമകൃഷ്ണ മിഷൻ 1897-ൽ സ്വാമി വിവേകാനന്ദനാണ് രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത്. രാമകൃഷ്ണ മിഷൻ്റെ വനിതാ വിഭാഗമാണ് ശാരദാമഠം. രാമകൃഷ്ണ മിഷൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ബേലൂർ, കൊൽക്കത്തയിലാണ്. ഹിതകാരിണി സമാജ് 1906-ൽ ആന്ധ്രാപ്രദേശിൽ വീരേശലിംഗം പന്തലു ആയിരുന്നു ഹിതകാരിണി സമാജ് സ്ഥാപിച്ചത്. വീരേശലിംഗം പന്തലു സ്ഥാപിച്ച മാസികയാണ് വിവേകവർദ്ധിനി. ഹിന്ദു മഹാസഭ 1907-ൽ മദൻ മോഹൻ മാളവ്യയാണ് ഹിന്ദു മഹാസഭ സ്ഥാപിച്ചത്. 1915-ൽ ഇന്ത്യ ഒട്ടാകെ ഹിന്ദു മഹാസഭയുടെ പ്രവർത്തനം വ്യാപിപ്പിച്ചു. ആദ്യത്തെ ഹിന്ദു മഹാസമ്മേളനം സംഘടിപ്പിച്ചത് ഹരിദ്വാറിലായിരുന്നു 1915-ൽ. സെൽഫ് റെസ്പെക്ട് മൂവ്മെൻറ്റ് 1925-ൽ തമിഴ്നാട്ടിൽ EV രാമസ്വാമി നായ്ക്കറാണ് സെൽഫ് റെസ്പെക്ട് മൂവ്മെൻറ്റ് സ്ഥാപിച്ചത്. പിന്നോക്ക വിഭാഗങ്ങൾക്ക് തുല്യ അവകാശമുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കുക എന്നുള്ളതാണ് സെൽഫ് റെസ്പെക്ട് മൂവ്മെൻറ്റിൻ്റെ ലക്ഷ്യം. ഭാരതീയ വിദ്യാഭവൻ KM മുൻഷിയാണ് ഭാരതീയ വിദ്യാഭവൻ സ്ഥാപിച്ചത്.
1938 മുംബൈയിലാണ് ഭാരതീയ വിദ്യാഭവൻ ആരംഭിച്ചത്. ഭൂദാന പ്രസ്ഥാനം. 1951 ആചാര്യ വിനോബ ഭാവെയാണ് ഭൂദാന പ്രസ്ഥാനം ആരംഭിച്ചത്. തെലങ്കാനയിലെ പോച്ചമ്പള്ളിയിലായിരുന്നു ഭൂദാന പ്രസ്ഥാനം ആരംഭിച്ചത്. ചിപ്കോ പ്രസ്ഥാനം. സുന്ദർലാൽ ബഹുഗുണയാണ് ചിപ്കോ പ്രസ്ഥാനം ആരംഭിച്ചത്. 1973 ഉത്തർപ്രദേശിലായിരുന്നു ചിപ്കോ പ്രസ്ഥാനം ആരംഭിച്ചത്. വൃക്ഷങ്ങളുടെയും വനങ്ങളുടെയും സംരക്ഷണമായിരുന്നു ചിപ്കോ പ്രസ്ഥാനത്തിൻ്റെ പ്രധാന ലക്ഷ്യം.